മഹിമയേഴും പരമേശ പാഹി മാമേശു മഹേശ നിസ്തുല സ്നേഹ സാഗരമേഹ പ്രസ്താവ്യമേ തിരുനാമം ക്രിസ്തോ നീതാനൻ വിശ്രാമം പ്രസ്താവ്യമേ തിരുനാമം ക്രിസ്തോ നീതാനൻ വിശ്രാമം കാർമുകിൽ ഭീകരമായി വരും നേരം കാൺമതോ നിയമത്തിൻ വില്ല നായതിൽ തീരുമെൻ ഭാരം കാൺമതോ നിയമത്തിൻ വില്ല നായതിൽ തീരു എൻ ഭാരം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥാ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പസമയം ഉറങ്ങി ഉണർന്നെൻ്റെ കർത്താവിനെ ഒന്ന് സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ അവിടെ നിന്ന ഭാഗ്യത്തിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവേ, ഈ പ്രഭാതത്തിൽ അടിയനെ സമ്പൂർണ്ണമായി സമർപ്പിക്കട്ടെ. കർത്താവേ, സുബോധത്തിൽ എഴുന്നേൽപ്പിച്ചല്ലോ, ആരോഗ്യത്തിലും സമാധാനത്തിലും എഴുന്നേൽപ്പിച്ചല്ലോ. ഈ നല്ല ദിവസത്തിൽ കർത്താവേ, അടിയൻ്റെ പ്രാർത്ഥന ചോദിച്ച പ്രിയ മക്കളുമായി കടന്നു വരുന്നു. ഈ പ്രാർത്ഥന ശബ്ദം ശ്രവിക്കുന്നവരെ മക്കളെയും ഏൽപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിത പങ്കാളി ദാനമായി തന്ന കുഞ്ഞുങ്ങൾ, അവരുടെ ഭാവി, അവരുടെ പഠനം, ജോലി ചെയ്യുന്ന മക്കളെ, കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കളെ, കൊച്ചു തലമുറകളെ എല്ലാം സ്തോത്രത്തോടെ നന്ദിയോടെ ഏൽപ്പിക്കട്ടപ്പാ. ഞങ്ങളായിരിക്കുന്ന ദേശത്തെ, ഞങ്ങളുടെ ചുറ്റുപാടുകളെ, അയൽ കുടുംബങ്ങളെ, സഹോദരവർഗ്ഗങ്ങളെ, ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാ മക്കളെയും, ഞങ്ങൾക്ക് പാർക്കുന്ന ഭവനത്തെയും സ്വർഗം അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ സകല പ്രാർത്ഥനാ വിഷയത്തെയും അങ്ങയുടെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളെ സഹായിപ്പാൻ അങ്ങല്ലാതെ മറ്റാരുമില്ലപ്പാ. ഹാലിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട്. അത്ഭുതങ്ങളെ പ്രവർത്തിപ്പാൻ കഴിവും മനസ്സറിയുമുള്ളൊരു കർത്താവുള്ളതോർത്ത് സ്തോത്രം ചെയ്യുന്നപ്പാ, സ്തുതിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ സമസ്ത ഭാരങ്ങളും അങ്ങയുടെ പാദപീഠത്തിലോട്ട് ഞങ്ങൾ കൊണ്ടുതരികയാണ് കർത്താവേ. അടിയങ്ങളുടെ കുറവുകൾ, കുറ്റങ്ങൾ, ആകായ്മകൾ, പോരായ്മകൾ, നന്ദികേടുകൾ, അവിശ്വസ്തതകൾ ഓർക്കാതെ വണ്ണം ഇന്നുവരെയും ഭൂമിയുടെ പരപ്പിൽ നിലനിർത്തി പരിപാലിച്ച ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നന്ദി പിതാവേ. വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ ഹാലലി ഞങ്ങളുടെ കുടുംബത്തെ തരട്ട് കർത്താവേ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കട്ടെ. സൗഖ്യത്തോടെ, സമാധാനത്തോടെ, ആരോഗ്യത്തോടെ, കൃപയോടെ നടത്തിക്കൊള്ളണമേ. സകല ആവശ്യങ്ങൾ പറഞ്ഞ് സഹായിക്കുമാറാകണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. അവരുടെ ഭാവി ഏറ്റവും അനുഗ്രഹിക്കപ്പെടണം. കർത്താവിനോട് ചേർന്ന് വസിക്കുന്ന കുഞ്ഞുങ്ങളായി മാറണം. അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടം ഏറ്റവും ശ്രേഷ്ഠവും അനുഗ്രഹമായി മാറണം അപ്പാ. നന്നായി പഠിക്കുവാനും നല്ല ബുദ്ധി ഞാനും എൻ്റെ അപ്പച്ചൻ കൊടുക്കണമേ. പരീക്ഷയിലെല്ലാം കൂടെയിരിക്കണമേ. ജയത്തോടെ അവരെ നടത്തണമേ. അപ്പൻ്റെ ആലോചനയാൽ ഹല്ലേലൂയ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കരം പിടിച്ച് നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്നവർ, ഡിഗ്രിക്ക് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, മറ്റ് വിവിധ കോഴ്സുകളിലായിരിക്കുന്നവർ, BSc നഴ്സിങ്ങിന്, എഞ്ചിനീയറിങ്ങിന്, മെഡിസിന് പഠിക്കുന്ന മക്കൾ, OITയും IELTSും പഠിക്കുന്നവർ, പ്രൊമറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ, ജർമ്മൻ പഠിക്കുന്നവർ, നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങളെ, അങ്ങനെ കർത്താവ് എല്ലാ മക്കളെയും പേരുപേരായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ ആഗ്രഹങ്ങളെ അറിഞ്ഞ് മാനിക്കുമാറാകണമേ. അവരൊരിക്കലും ഹാലലിയെ ഭാരപ്പെട്ട് നിരാശപ്പെട്ടു പോകാൻ അനുവദിക്കരുതേ. പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ടത് നിശ്ചയമായി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ സ്വർഗം നൽകുമാറാകണമേ. അവരാഗ്രഹിച്ച സ്ഥാനത്ത് കൊണ്ട് എത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വഴിവാതിൽ തുറക്കണം, തടസ്സം മുടക്കം മാറ്റണം, അവരോട് കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. സ്തോത്രം, സ്തോത്രം കർത്താവേ. ദൈവമായ കർത്താവേ, ഈ സമയം കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. സമാധാനത്തോടും സന്തോഷത്തോടും ജീവിപ്പാൻ ഇടയാക്കണമേ. ജോലി ചെയ്യുന്ന മക്കളെ സമർപ്പിക്കുന്നപ്പാ. ആരോഗ്യം ബലവും കൊടുത്ത് നല്ല പ്രതിഫലം വാങ്ങി സന്തോഷത്തിൽ ജോലി ചെയ്യാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഹാലലു ഒരു ശത്രു ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കാണാതെ സ്വർഗം മറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ സമയം ഹാലലുയ വിവാഹപ്രായമായ ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കണം, തക്ക തുണയൊരുക്കണം. ഈ 2024 തീരുന്നതിന് മുൻപായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മക്കളുടെ വിവാഹം സ്വർഗത്തിലെ അപ്പച്ചനവിടുന്ന് നടത്തിയേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി പിതാവേ. സ്തോത്രം കർത്താവേ. വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാരെ സമർപ്പിക്കുന്ന തലമുറകളെ നൽകി അനുഗ്രഹിച്ചാട്ട് കർത്താവേ.
ഉദരബലം കൊടുത്ത് അനുഗ്രഹിച്ച മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. മാസം തികയോളം കൂടിയിരിക്കണം, സുഖപ്രസവം നൽകണം, ഊനമില്ലാത്ത പൈതങ്ങളെ കണ്ട് സന്തോഷിപ്പാൻ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ക്ഷീണങ്ങളും ഭാരങ്ങളും അസ്വസ്ഥതകളുടെ നടുവിൽ കൂടി കടന്നു പോകുന്ന കുഞ്ഞുങ്ങളുണ്ടപ്പാ, ജോലി ചെയ്യുന്ന മക്കളുണ്ട്, യാത്ര ചെയ്യേണ്ട മക്കളുണ്ട്, സ്വർഗ്ഗവരെ താങ്ങിക്കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹാലേലുയാ. നന്ദി പിതാവേ, നന്ദി പിതാവേ, സ്തോത്രം കർത്താവേ. ഈ സമയം ഹാലേലു ഞങ്ങളുടെ ഉപജീവനമാർഗം തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ചെറുതും വലുതുമായ ബിസിനസ് ചെയ്യുന്ന മക്കളുണ്ട്, ഞങ്ങളുടെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുണ്ടപ്പാ, അവരുടെ ബിസിനസ്സിനെ അനുഗ്രഹിക്കണമേ. എന്ത് ചെയ്താലും എവിടെയായിരുന്നാലും ഒരു കഷ്ടമോ നഷ്ടമോ സങ്കടമോ ഭാരമോ അവരുടെ ജീവിതത്തിലുണ്ടാകാൻ ഇടയാകാതെ വണ്ണം ധാരാളമായി അനുഗ്രഹിച്ച് മേൽക്കുമേൽ വർദ്ധിക്കട്ടെ ദൈവമേ. ആവശ്യം അറിഞ്ഞ് സ്വർഗം മാനിക്കുമാറാകണം, ആഗ്രഹങ്ങളെല്ലാം നിവർത്തിക്കുമാറാകണം. പ്രാർത്ഥനയുടെ മറുപടി തൻ്റെ കുഞ്ഞുങ്ങളുടെ കണ്ണാലെ കാണുവാൻ ഇതുവരെ ലഭിച്ചതുപോലെ പോര കർത്താവെ, വലിയൊരു അനുഗ്രഹം സ്വർഗ്ഗത്തോടെ അയക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. യാത്ര ചെയ്യുന്ന മക്കളെ ഉള്ളംകരത്തിൽ വഹിച്ചു കൊള്ളണമെന്നും പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങളുടെ എല്ലാ ഉപജീവനമാർഗം സ്വർഗം വാഴ്ത്തി അനുഗ്രഹിക്കണം. ആരുടെയും മുൻപിൽ തലകുനിക്കുവാൻ അനുവദിക്കരുത്, ആരുടെയും മുൻപിൽ കൈനീട്ടുവാൻ അനുവദിക്കരുത്. എൻ്റെ സ്വർഗം കരുതണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളുണ്ട്. എൻ്റെ അപ്പ ആരോടും പറയാത്ത സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി കഴിയുന്ന മക്കളെ ദൈവമായ കർത്താവ് മാനിക്കണമേ. വഴിവാതിൽ തുറക്കണമേ, അത്ഭുതങ്ങളെ ചെയ്യണമേ. സ്വർഗത്തിലെ അപ്പ തൻ്റെ കുഞ്ഞുങ്ങളുടെ ഹിതപ്രകാരമുള്ള ഇടത്ത് സ്വർഗം ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കാലതാമസം കൂടാതെ എൻ്റെ സ്വർഗം കരുതി വച്ചിരിക്കുന്ന വൻകൃപകൾക്കായി നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ആമേൻ. നന്മകളെ പ്രാപിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ സ്തോത്രം ചെയ്യുവാൻ സാക്ഷീകരിപ്പാൻ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി കർത്താവേ. യാത്ര ചെയ്യുന്ന ഓരോ മക്കളെയും അനുഗ്രഹിക്കണം. ഭവനം വിട്ടിറങ്ങുന്ന നിമിഷം മുതൽ കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിലെല്ലാം മക്കളെയും മറയ്ക്കുമാറാകണം. കർത്താവ് എല്ലാ വാഹനാപകടങ്ങളിൽ നിന്നും എല്ലാവരെയും വിടുവിക്കുമാറാകണം. വാഹനമോടിക്കുന്ന മക്കളെ കർത്താവിൻ്റെ കരം ചേർത്ത് പിടിച്ച് നടത്താമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. വേർപാണ്ട് ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളെയൊക്കെ ഞങ്ങൾ സമർപ്പിക്കുന്നപ്പാ. ആർക്കും കൊടുക്കാൻ പറ്റാത്ത സമാധാനം എൻ്റെ അപ്പൻ്റെ പകലാന്നല്ലോ. ദാനമായി കൊടുത്ത് ആശ്വസിപ്പിക്കണം. മുൻപോട്ട് പ്രത്യാശയോടെ ജീവിപ്പാൻ കൃപ നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. നന്ദി പിതാവേ, നന്ദി പിതാവേ. കടഭാരമുള്ള മക്കളെ സമർപ്പിക്കട്ടെ. ആവശ്യമറിഞ്ഞ് കരുതണമേ കർത്താവേ. നീ അവിടുന്ന് ഹാലിൽ സഹായിപ്പാൻ മതിയായ ദൈവമാ, നല്ല പിതാവാ. അവിടുന്ന് സമ്പന്നനാ, അഖിലാണ്ടത്തിൻ്റെ ഉടയവനാ, പാരിപത്രി ദാനം ചെയ്യാൻ മനസ്സലിവുള്ള ദൈവമാ. സകല ഭാരവും ഒഴിഞ്ഞ് സ്വസ്ഥരായി ജീവിപ്പാൻ സ്വർഗമിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ കർത്താവേ. ഭവനമില്ലാത്ത മക്കളെ സമർപ്പിക്കുന്നവർക്ക് ഭവനം നൽകണമേ. വാടക ഭവനമൊന്നും ഒഴിഞ്ഞ് സ്വന്തം ഭവനത്തിലും തലചായ്പാൻ സ്വർഗം ഒരുക്കണമേ. ഭവനം പണിയുന്ന മക്കളുടെ ഭവനത്തിൻ്റെ പണി പൂർത്തീകരിച്ചതിൽ പാർക്കുവാനും ഭാഗ്യമൊരുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആത്മാർത്ഥതയുടെ വിശ്വസ്തതയുടെ ഓരോ കാര്യങ്ങളും ചെയ്തിർപ്പാൻ എല്ലാ മക്കളെയും സഹായിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം. കുടുംബജീവിതത്തിൽ പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം. സ്വർഗ്ഗവല്ലവരെയും കരുതണമേ, കരുതണമേ, കരുതണമേ കർത്താവെ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി, നന്ദി കർത്താവേ, നന്ദി. സ്വർഗത്തിലെ ദൈവമേ, ഹല്ലേലൂയ. കുടുംബ സമാധാനമില്ലാത്ത ജീവിതങ്ങളുണ്ടപ്പാ. എൻ്റെ അപ്പൻ്റെ സമാധാനം കൊടുത്ത് തൻ്റെ മക്കൾക്കും സന്തോഷത്തോടെ ജീവിപ്പാൻ ഭാഗ്യമൊരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മദ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്ന ജീവിതങ്ങളുണ്ടല്ലോ കർത്താവേ. നീ അവരെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിവുള്ള ദൈവമാ. എൻ്റെ സ്വർഗത്തിലെ ദൈവം അനേക വൻപന്മാരെ ഹല്ലേലൂയ വിളിച്ച് വാർതിരിച്ച ദൈവമാ, സ്തോത്രം. മദ്യപാനികൾക്ക് മാനസാന്തരം നൽകേണ്ടതിനായി അടിയനങ്ങിയോട് പ്രാർത്ഥിക്കുന്നു. വിളേച്ഛമായ ജീവിതം നയിക്കുന്നവരോട് ഇടപെടുമാറാകണമേ. ആമേൻ. ഞങ്ങളുടെ യുവതി യുവാക്കന്മാരെ സമർപ്പിക്കുക കർത്താവേ. മദ്യത്തിലെ മയക്കുമരുന്നിൽ അടിമപ്പെട്ട്, ഫോണിന് അടിമപ്പെട്ട്, കൂട്ടുകാർക്ക് അടിമപ്പെട്ട് ഹല്ലേലൂയ അനുസരണമില്ലാതെ ഭോഗപ്രിയരായി നടക്കുന്ന ഓരോ മക്കളെയും പ്രാർത്ഥിച്ചേൽപ്പിക്കുകയാ. അവരെ ചൊല്ലി ബുദ്ധിമുട്ടുന്ന ഭാരപ്പെടുന്ന ജീവിതങ്ങളുണ്ടല്ലോ, മാതാപിതാക്കളുണ്ടല്ലോ കർത്താവേ. മനസ്സലിയണം, കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാപ്പാ. എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ അനാഥരെ വിധവകളെ സമർപ്പിക്കുന്നു. യുവതി യുവാക്കന്മാരെ പൈതങ്ങളെയൊക്കെ സമർപ്പിക്കട്ടെ കർത്താവേ. എല്ലാ മക്കളെയും സ്വർഗം കരുതണമേ. ദൈവസ്നേഹം തിരിച്ചറിയാൻ, രുചിച്ചറിയാൻ ഭാഗ്യം കൊടുക്കണമേ കർത്താവേ. അപ്പോൾ ഈ സമയം ഹല്ലേലൂയ ആശുപത്രി മുറികളിലും ഐസിയിലും സിസിയിലും വെന്റിലേറ്ററിലും കിടക്കുന്ന ജീവിതങ്ങളുണ്ടപ്പാ. അലറി കരയുന്ന ജീവിതങ്ങളുണ്ടപ്പാ. ഒരു നിവൃത്തിയുമില്ലാതെ ഭാരപ്പെട്ട് കരയുന്ന ജീവിതങ്ങളുണ്ടപ്പാ. നിൻ്റെ കരുണയുടെ കരം നീട്ടണമേ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കണമേ കർത്താവേ. നീ ഇറങ്ങി ചെല്ലുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ മക്കൾക്കൊരു താങ്ങും തണലുമായി എൻ്റെ അപ്പച്ചനുള്ളതോർത്ത് സ്തോത്രം. പൊന്നുകരം നീട്ടണമേ, ആവശ്യമായി സഹായിക്കണമേ കർത്താവേ. തൻ്റെ മക്കളുടെ ബന്ധപ്പാടുകൾ അറിയണമേ, അവരുടെ കണ്ണുനീരിനെ തുടയ്ക്കണമേ അപ്പാ. മനസ്സലിവ് കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
ഹല്ലേലൂയ കർത്താവേ. ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവർ, ഓപ്പറേഷൻ തയ്യാറെടുക്കുന്ന മക്കൾ, ഞങ്ങളുടെ ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ, തലയ്ക്കകത്ത് വേദനയാൽ മൊഴിയാൽ ഭാരമുള്ളവർ, ഉദരസംബന്ധമായ പല രോഗങ്ങളുള്ളവർ, യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവർ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, തൈറോയ്ഡ് ഉള്ളവർ, ആസ്മ രോഗികൾ, ഹല്ലേലൂയ കർത്താവെ, അലർജി ഉള്ളവർ, ത്വക്ക് സംബന്ധമായ പല രോഗങ്ങളുള്ളവർ എല്ലാം കർത്താപ്പച്ചൻ്റെ പൊന്നുകരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. സ്തോത്രം സ്തോത്രപ്പാ. ശരീരമാസകലം നീർക്കെട്ടും അതിവേദനയുമുള്ളവർ, മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയുമുള്ളവർ, എൻ്റെ ദൈവമായ കർത്താവെ സഹായിക്കണമേ, സഹായിക്കണമേ, അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മനസ്സലിവും കരുണയുമുള്ള പിതാവേ, ഓരോ രോഗികളുടെ മേലും എൻ്റെ അപ്പൻ്റെ കരമൊന്ന് വയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഉച്ച മുതൽ പാദം വരെ തലോടണമേ. അപ്പോൾ ഉറക്കമില്ലാത്ത ജീവിതങ്ങൾക്ക് ഉറക്കം കൊടുക്കണമേ. ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവേ. സമാധാനത്തിൻ്റെ ദൈവമേ, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവരുണ്ട് കർത്താവേ. അപ്പാ ഓർമ്മയില്ലാത്തൊരു, ബുദ്ധിയില്ലാത്തവരുണ്ടപ്പാ. കൈകാൽക്ക് ബലമില്ലാത്തവർ, ചലനമില്ലാത്തവരുണ്ട് കർത്താവേ. വീൽ ചെയറിലും കിടക്കയിലുമായിരിക്കുന്നവരുണ്ടപ്പാ. അവരെ ചൊല്ലി വേദനിക്കുന്ന മാതാപിതാക്കൾ, സഹോദരങ്ങളൊക്കെ ഉണ്ട് കർത്താവേ. മനസ്സലിവ് കാണിക്കണമേ, കരുണ കാണിക്കണമേ അപ്പാ. നിൻ്റെ പൊന്നുകരമൊന്ന് തൊട്ടാൽ മതിയല്ല, ഒരു വാക്ക് കൽപ്പിച്ചാൽ മതിയല്ല കർത്താവേ. തൻ്റെ മക്കളോട് മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുകയാ കർത്താവേ. ഹല്ലേലൂയ സ്തോത്രം. എൻ്റെ അപ്പനറിയാം ഞങ്ങളുടെ തലയിൽ ഒരു മുടി പോലും കൊഴിയുകയില്ലല്ലോ. ഹല്ലേലൂയ കർത്താവേ. സകലതും എൻ്റെ അപ്പൻ എണ്ണപ്പെട്ടിരിക്കാൻ നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. സമസ്തം അപ്പൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കട്ടെ. അങ്ങ് വരുന്ന അങ്ങ് വൈജന ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. ഞങ്ങളത് തിരിച്ചറിഞ്ഞവരാ, ഞങ്ങളത് രുചിച്ചറിഞ്ഞവരാ. നന്ദി പറയുക, സ്തോത്രം ചെയ്യുക കർത്താവേ. അപ്പാ ചെവിയുടെ ഇൻഫെക്ഷനാൽ, പല്ലിൻ്റെ വേദനയാലൊക്കെ ഭാരമുള്ളവരുണ്ടപ്പാ. നീ അവിടുന്ന് എൻ്റെ മക്കൾക്ക് സൗഖ്യമായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതികഠിനമായ തുമ്മലിൻ്റെ പ്രയാസത്താൽ ഭാരപ്പെടുന്ന ജീവിതമുണ്ട്. ജോലി പോലും ചെയ്യാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട് കർത്താവേ. സഹായിക്കണമേ, സൗഖ്യമായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാം അപ്പൻ്റെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും ഞങ്ങളുടെ ദേശത്തെയും ചുറ്റുപാടുകളെയും അയൽ കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു കർത്താവേ. സുവിശേഷ വേലകളെ, വേലക്കാരെ ഓർക്കുന്നവരെ അനുഗ്രഹിച്ച് കാത്തോണേപ്പാ. ഞങ്ങളുടെ ഭരണകൂടങ്ങളെ സമർപ്പിക്കുന്നു, ഭരണകർത്താക്കളെ ഏൽപ്പിക്കുന്നു. സമാധാനവും ദൈവകൃപയും നിറഞ്ഞൊരു ജീവിതം, ഹല്ലേലൂയ, ഒരു ഭരണം കാഴ്ചവെപ്പാൻ ഓരോ മക്കളെ സഹായിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുകയാണ്. നന്മകളാൽ നടത്തണേ, മഹത്വം അവിടുന്ന് എടുക്കണമേ. പ്രാർത്ഥനയെ കേട്ടതാത്ത് നന്ദി, യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.